ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. ഉലുവയില ചപ്പാത്തി, അതായത് ഡ്രൈ ആയിട്ടുള്ള ഉലുവയുടെ ഇല, നമ്മൾ കസൂരി മെത്തി എന്ന് പറയില്ലേ, അത് വെച്ചിട്ടുള്ളൊരു ചപ്പാത്തിയാണ് ചെയ്യുന്നത്. അല്പം വ്യത്യസ്തമായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടുള്ളൊരു ചപ്പാത്തി. കഴിക്കാൻ നല്ല രുചിയായിരിക്കുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ നമ്മളെപ്പോഴും ഒരേ രീതിയിലല്ലേ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നിറയെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അതിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ 1/2 കപ്പ് കടലപ്പൊടി അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിപ്പോകാതെ നോക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് അല്പം ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് 1 ടീസ്പൂണും, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ഇവിടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം കായപ്പൊടി, ഇതാണ് മസാലപ്പൊടികളെല്ലാം കൂടെ ചേരുമ്പോൾ അതിന് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ അല്പം പഞ്ചസാരയും, പിന്നെ 1/4 കപ്പ് മെയിനായിട്ടുള്ള കസൂരി മെത്തി, ഡ്രൈ ഉലുവയുടെ ഇല, അതുപോലെ 1/4 കപ്പ് ഞാൻ മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്പിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, തിളച്ച വെള്ളമല്ല, നല്ലോണം ഒന്ന് ചൂടായ വെള്ളം അത് ചേർത്തിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ അധികം വെള്ളം കൂടി പോകാതെ നോക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് അല്പം ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലോണം തന്നെ മാവ് കുഴച്ചെടുക്കണം. കുഴച്ച് നല്ല സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കണം. കാരണം ഈ ഒരു മസാല നല്ലോണം ഒന്ന് പിടിച്ച് വരണമല്ലോ ഇതിലേക്ക്. 10 മിനിറ്റോ 15 മിനിറ്റോ ഇത് നല്ലോണം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ മാവും മസാലയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം തന്നെ ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ മാവ്. പിന്നെ നമുക്കിത് ഓരോ ഉരുളകളായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ ഒരു 8 എണ്ണം ഉണ്ടാക്കാൻ പറ്റും, 8 ചപ്പാത്തി ഉണ്ടാക്കാം. ശരിക്കും ഇത് പൊറോട്ട പോലെ തന്നെ കട്ടിയിൽ കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഒന്ന് പരത്തിയിട്ട് ജസ്റ്റ് മടക്കിയതിന് ശേഷം 4ആക്കി മടക്കി വീണ്ടും ഒന്ന് പരത്തി അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ തേച്ച് നമുക്ക് പൊറോട്ട പോലെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ പോലെ കട്ടി കുറച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അത് ഉണ്ടാക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ ചപ്പാത്തിയോ പൊറോട്ട എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അല്പം പൊടിയിട്ട് പരത്തിയത് കൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിക്കില്ല തീരെ. നമുക്കിത് ചട്ടി വെച്ച് ചുട്ടെടുക്കാം. ഞാൻ ഫ്രൈ പാൻ നല്ലോണം ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2-3 മിനിറ്റ്, 2 മിനിറ്റൊക്കെ മതിയാവും. അതിലേക്ക് ഒരു വശം മുരിഞ്ഞ് വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചുട്ടെടുക്കാൻ നോക്കണം കേട്ടോ. കാരണം അത് തീ കൂടിപ്പോയാൽ പിന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. കടലപ്പൊടിയൊക്കെ ചേർത്തല്ലേ, പിന്നെ വെന്ത് കിട്ടുകയില്ല. അപ്പോൾ ചെറിയ തീയിലിട്ട് 2 മിനിറ്റൊക്കെ ഒരു വശം തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ അല്പം ഓയിൽ ഇതിലേക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല ഒരു മയമായിട്ട് വരും. അപ്പോൾ അതേപോലെ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും മറ്റേ സൈഡിലും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുക. കുറച്ച് തൈര് കൂടെ വെച്ച് കൊടുത്താൽ മതിയല്ലോ, എളുപ്പത്തിൽ കഴിക്കാൻ നല്ലതാണ്. നമുക്ക് ജോലിയും കുറച്ച് കുറയും. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയത് കാരണം കുട്ടികൾ കഴിച്ചോളും. പിന്നെ ഇതിലേക്ക് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും കുറച്ച് വെറൈറ്റി ആയിട്ട് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇടയ്ക്ക് എപ്പോഴും ഒരേ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം കുറച്ച് വ്യത്യാസമായിട്ട് ഇടയ്ക്കൊക്കെ മാറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കായാലും വീട്ടിലുള്ള എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടപ്പെടും കഴിക്കാൻ.
അതുപോലെ നമ്മൾ ചെറിയ യാത്രയൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റും ഇത്. തീരെ കേടാവുകയില്ല, ഇടയ്ക്കെടുത്ത് കഴിക്കാനും നല്ലതാണ്. ഞാനിപ്പോൾ ഇതാ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം എഴുതണം കേട്ടോ. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.